ഇവിടുത്തെ ജീവിതം എന്നത് കൃഷിയെ ആശ്രയിച്ചാണ്. അവർ കാർഷിക ബന്ധമായ ഒരു മണ്ഡലത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. പക്ഷേ ഈ നാട്ടിലെ കർഷകരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിലേറ്റവും പ്രധാനം ഇപ്പോൾ എവിടെ എത്തി എന്താണ്, വേൾഡ് ആനിമൽ ആൻഡ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റിലേക്ക്. അതൊരു മനുഷ്യജീവൻ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു സാഹചര്യം. റൈറ്റ്. അതായത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നത് ലിൻഡോ കേട്ടല്ലോ. അതായത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ എന്ത് ചെയ്തു, അതിലെന്ത് ഇടപെടലുണ്ടായി? കർഷകരാണല്ലോ ആ മണ്ഡലത്തിലെ ഏറ്റവും വലിയ കരുത്ത്, അവിടെ ജീവിച്ചു പോകുന്നവർ. അവർക്ക് വേണ്ടി എന്ത് ചെയ്തു ലിൻഡോ? CP മാഷ് ചോദിച്ച ചോദ്യങ്ങൾ എല്ലാവരും അറിയേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ ചോദ്യം ചോദിച്ചതിൽ പ്രത്യേകം നന്ദി അദ്ദേഹത്തോട് അറിയിക്കുകയാണ്. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൻ്റെ MLA തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റാണ്. 19 കിലോമീറ്റർ ദൂരം മാത്രമാണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ ഫെൻസിങ് ഉണ്ടായിരുന്നത്. ഇന്ന് 57.5 കിലോമീറ്റർ ദൂരം ഫെൻസിങ് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നബാർഡ് ഫണ്ടിലും RKB പദ്ധതിയിലും MLA ഫണ്ടും ഉപയോഗപ്പെടുത്തി ഫെൻസിങ് നടത്തി. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരാളും MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി ഫെൻസിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടേ ഇല്ല. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നത്തെ നേരിടുന്നതിന് പലപ്പോഴും നമുക്ക് സഹായകരമായിട്ടുണ്ടാകുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് RRT സംഘമാണ്. ആ RRT സംഘം എന്ന് പറഞ്ഞാൽ താമരശ്ശേരി റേഞ്ചിന് കീഴിൽ ഒറ്റ RRT സംഘമുള്ളൂ. പലപ്പോഴും അത് പെരുവണ്ണാമുടിയിലോ അല്ലെങ്കിൽ കൂരാച്ചുണ്ടിലോ ഒക്കെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കക്കാടംപൊയിൽ, പൂവാറന്തോട്, അല്ലെങ്കിൽ നമ്മുടെ ചിപ്പിലിത്തോട്, അല്ലെങ്കിൽ കോടഞ്ചേരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ വരാനുള്ളത് ഒരൊറ്റ RRTയാണ്. അപ്പോൾ ഈ RRTകളുടെ ദുരിതം മനസ്സിലാക്കിയാണ് ആനക്കാമ്പൊയിൽ നമ്മുടെ എടത്തറ സെക്ഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആനക്കാമ്പൊയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ RRT രൂപീകരിക്കാനും RRTക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ MLA ഫണ്ടിൽ നിന്ന് വാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ കർഷക പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് അവർക്ക് പറയാനുള്ളത് കേട്ട് ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ കർഷകരെയും കേട്ടു. അവരുടെ എല്ലാം അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയമായ ഒരു RRT നമുക്ക് വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് അതായത് ആ നിലയ്ക്ക് ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞു.